ആയിരുന്നില്ല. ആയിഷയുടെ ആടിന് കൊടുത്ത ഒരു വിവേചന ബുദ്ധിയെങ്കിലും മമ്മദിനുണ്ടായിരുന്നെങ്കിൽ ഒരു രാജ്ഞിയെ വിളയിലേക്ക് വിളിച്ചിട്ട്, ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിലേക്ക് വിളിച്ചിട്ട് ഒരു കളി തരുമോ കരളെ എന്ന് ചോദിച്ച് പിന്നാലെ പോകുമായിരുന്നില്ല. അപ്പോ ആയിഷയുടെ വീട്ടിൽ വെച്ചിട്ടാണ് നബി മരിക്കുന്നത്. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഖുർആനിൽ ഒരു കാലത്ത് ചില സൂക്തങ്ങൾ ഉണ്ടായിരുന്നത്രേ. ഹദീസ് ഗ്രന്ഥങ്ങളാണ് അതിന് തെളിവ്. വിവാഹിതർ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലാനും, 5 തവണയോ 10 തവണയോ ഒക്കെ പ്രായപൂർത്തിയായ ആളുകൾ മുലകുടിച്ചാൽ അവർക്ക് മുലകുടി ബന്ധം സാധുവാകുമെന്നൊക്കെയുള്ള വചനങ്ങൾ ഉണ്ടായിരുന്നത്രേ. ഇപ്പൊ അതില്ല. എന്താ ചെയ്തത്? ആട് തിന്നുപോച്ച്. ഇതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഇസ്ലാമിലെ പ്രാകൃതമായ ശിക്ഷാവിധികളായി നമ്മൾ കണക്കാക്കുമ്പോൾ ഇത് ശരീഅത്ത് നിയമമായി കണക്കാക്കുന്ന ഇസ്ലാം മതവിശ്വാസികളുണ്ട്. അതുകൊണ്ടാണ് ഈ ശരീഅത്ത് നിയമത്തിന്റെ കാടത്തരത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന ഇസ്ലാമിന്റെ പ്രബല പ്രമാണമായിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്തതാണ് ഇതെല്ലാം. ഈ സൂക്തത്തെ അംഗീകരിക്കാതെ, ഈ ഹദീസുകളെ അംഗീകരിക്കാതെ നിങ്ങൾക്ക് ഖുർആൻ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അന്നുണ്ടായിരുന്ന ആ സൂക്തങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതുപോട്ടെ, പ്രവാചകന്റെ മരണം നടന്ന ദിവസം ഒരുപാട് സംഭവ വികാസങ്ങൾ ആയിഷയുടെ വീട്ടിൽ നടന്നിട്ടുണ്ട്. ശരി, വളരെ നല്ലത്. ആടിനെങ്കിലും തോന്നിയല്ലോ ആയിഷയെ രക്ഷിക്കണമെന്ന്. 6 വയസ്സിൽ കൂടെ കൂട്ടിയിട്ട് പ്രവാചകന് പോലും ഈ വചനങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് പ്രിയപ്പെട്ട പത്നിയെ സംരക്ഷിക്കണം എന്ന് തോന്നിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് അത് തോന്നുന്നത്. നല്ലത്, ഇരിക്കട്ടെ. ആയിഷയും കൂട്ടരുമൊക്കെ കൂടി നബിക്ക് വിഷം നൽകി എന്നും പറയുന്നുണ്ട് ഒരു ഭാഗത്ത്. എന്താണ് അതിന് കാരണം എന്നത് അറിയില്ല. നമുക്കതും വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം പ്രവാചകന്റെ ഭാര്യമാർ 2 ചേരികളിലായി തിരിഞ്ഞായിരുന്നു പരസ്പരം യുദ്ധം ചെയ്തിരുന്നത്. ഹഫീസെ, ഇതിലും വലിയ ഒരു നന്മ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, പ്രാകൃതമായ ഒരു കാമഭ്രാന്തന്റെ പുസ്തകത്തെ സംബന്ധിച്ച്, വേശ്യാലയം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു പിഴച്ചോന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ധൈര്യം വേണം. ജീവൻ പണയം വെക്കണം. ഈ മേഖലയിൽ നാളെ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം അങ്ങനെ ഒരു പ്രാകൃത കിതാബിനെ സംബന്ധിച്ചിട്ടാണ് ഈ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലുള്ള വസ്തുതകൾ പറയുമ്പോൾ മണ്ടന്മാരായിട്ടുള്ള മദ്രസ മതപ്പൊട്ടന്മാർക്ക് ഇത് വിമർശനമാണ് എന്ന് തോന്നുന്നു. എന്റെ കുഴപ്പമല്ല. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ. പിന്നെ നമ്മൾ പറയുമ്പോൾ എന്താണ് നല്ലത് പറയാത്തത് എന്ന് ചോദിക്കും. യാതൊരു വിധമായിട്ടുള്ള നൈതികതയുമില്ലാത്ത, മനുഷ്യത്വമോ സദാചാരമോ ഇല്ലാത്ത, നിരുത്തരവാദപരമായി കാമവും യുദ്ധവും രക്തവും ഇതെല്ലാം കൊണ്ടുണ്ടാക്കിയ ഒരു പുസ്തകത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് നന്മ പ്രതീക്ഷിക്കുക? ഇതിനകത്ത് നന്മയില്ല. അതുകൊണ്ടാണ് ആ പോലീസ് പൊക്കട്ടെ, പോലീസിനോട് വരാൻ പറ കേട്ടോ. വരുമ്പോഴേക്ക് എന്റെ നമ്പർ കൊടുക്ക്, വിളിച്ചിട്ട് വരാൻ പറ. ഓക്കെ. അപ്പോ പ്രവാചകൻ വിഷം കഴിച്ചാണ് മരിച്ചത്. ഇനിയും യുദ്ധത്തിൽ കിട്ടിയത് പ്രവാചകനും പ്രവാചകന്റെ പടച്ചോനും കൂടി കൊടുക്കണമല്ലോ, അല്ലേ? അത് അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും മാത്രമുള്ളതാണ് കേട്ടോ. ഇത് മനസ്സിലാക്കി എല്ലാം കൂടി പ്രവാചകന്റെ അനുയായികൾ എങ്ങാനും കൊണ്ടുപോകുമോ എന്ന് വിചാരിച്ചിട്ട് ആയത്ത് ഇറക്കിയിട്ടുണ്ട്. തന്നെയുമല്ല, പടച്ചോന് ചുമ്മാ ഇരിക്കുമ്പോഴേക്ക് ഒരു കുത്തല. അപ്പൊ പടച്ചോൻ പറയും, പോ യുദ്ധം ചെയ്യടാ.
എനിക്ക് ചോരക്കൊതി കാണണമിട. അതാണ് ഇപ്പോൾ കൊമേനിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ഇരിക്കുമ്പോഴേക്ക് കൊമേനിക്ക് ഒരു കുത്തല. അപ്പോ കൊമേനി കയറി എവിടെയെങ്കിലും ഒന്ന് ചൊറിയും. തിരിച്ചു കിട്ടുമ്പോൾ കിടന്ന് മൂങ്ങുകയല്ലാതെ വേറെ വഴിയില്ല. നിങ്ങൾ യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് രാത്രിയിൽ വേദനയേറിയ ശിക്ഷ. എന്താ പകല് നൽകാത്തത്? 9:39. എന്താ പകല് നൽകുക? 9:49. 9:39 ആദ്യം ഞാൻ പറഞ്ഞത് കേട്ടാ. യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ പഠിച്ചവന്റെ സ്വത്ത്, പഠിച്ചവനും അള്ളാഹുവിനും നബിക്കും. അപ്പോ മര്യാദയ്ക്ക് പോയി യുദ്ധം ചെയ്തോ, അതല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ നൽകുമെന്ന്. അതുകൊണ്ടാണ് കൊമേനിയും പറഞ്ഞത്, മക്കളെ പോയി ചാവേം കൊല്ലയൊക്കെ ചെയ്യടാ, നിങ്ങൾക്ക് സ്വർഗം കിട്ടോടാ. എന്നാ പിന്നെ കൊമേനിയും വായോ, ഇല്ല എനിക്ക് ഒരു മൂടില്ല, ഞാൻ പിന്നെ കാണാൻ വന്നേക്കാം, നിങ്ങൾ പോയിക്കോന്ന്. ശരിയാണ്. അങ്ങനെയാണ് നമ്മുടെ കൊമേനിക്കക്ക അനുയായികളെയൊക്കെ പറഞ്ഞ് യുദ്ധത്തിന് വിട്ടത്. ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ മര്യാദയ്ക്ക് യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ രാത്രിയിൽ നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ അല്ലാഹു നൽകും. അപ്പോൾ ചില ആളുകൾ യുദ്ധത്തിന് പോകാതിരിക്കുന്നതിന് വേണ്ടി ചില വ്യാജ കാരണങ്ങൾ ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും അവർക്ക് ജീവിക്കണം. പക്ഷെ നബിക്കാണെങ്കിലോ അത് പറ്റില്ല. എനിക്ക് യുദ്ധത്തിന് പോകാതിരിക്കാനുള്ള സമ്മതം തരണേ പ്രവാചകരെ, എന്നെ കുഴപ്പത്തിലാക്കരുതേ പ്രവാചകരെ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഖുർആൻ വചനങ്ങളുണ്ട് കേട്ടോ. 9-ാം അധ്യായം തന്നെ ഏതാണ്ട് ഒക്കെ അത് തന്നെയാണ്. അപ്പോ അള്ളാഹു പറയാണ്ടാ, നിങ്ങൾ കുഴപ്പത്തിൽ തന്നെയാടാ, യുദ്ധം ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട്. എന്നിട്ട് പറയാണ്, നരകം നിങ്ങളെ വലയം ചെയ്യുമടാ. ഇത് പറഞ്ഞേ പേടിപ്പിക്കാൻ പറ്റൂ പഠിച്ചു. എന്തും സാധിക്കുന്ന പഠിച്ചോനെ, ഇവരുടെ മനസ്സിലേക്ക് യുദ്ധത്തിന് വേണ്ടുന്ന ഒരു ആഗ്രഹം ഇട്ടുകൊടുത്താൽ പോരെ, ഒരു പൈശാചികത ഇട്ടുകൊടുത്താൽ പോരെ. അവര് പോയിട്ടങ്ങ് കൊല്ലപ്പെടുകയൊക്കെ. അത് പറ്റാത്തത് കൊണ്ട് നീ മുടിഞ്ഞു പോകുമടാ, ഉരുപ്പിടിക്ക മാട്ടെ, നീ കുണം പിടിക്കത്തില്ലടാ, നീ അനുഭവിക്കൂടാ, നോയിക്കോ എന്നൊക്കെ നിസ്സഹായതയുടെ അവസാന വാക്ക് പടച്ചു. അങ്ങനെ ഒരിക്കലും ആയിഷയെ കാണാനില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ശരീരത്തെ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ സ്ത്രീകൾ വ്യഭിചരിച്ച കല്ലെറിഞ്ഞു കൊല്ലണ്ടേ? ഈ ആയത്തുകൾ ആയിഷയ്ക്ക് എതിരല്ലേ? ഇനി എങ്ങാനും നബി മരിച്ചു, ആട് മനസ്സിലാക്കുക, അലി എങ്ങാനുമാണ്, അതായത് പ്രവാചകന്റെ മരുമകനാ, അയാൾ എങ്ങാനുമാണ് ഇനി അടുത്ത ഖലീഫയായിട്ട് വരുന്നതെങ്കിൽ കാര്യം വഷളാകും. അതുകൊണ്ടാണ് ആ വചനമൊക്കെ ആടങ്ങ് തിന്നത് കേട്ടോ. അപ്പോ ദുർനടപ്പുകാരായ സ്ത്രീകൾ വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം. ഇനി അതുകൊണ്ടാണോ ആള് ജീവിച്ചിരുന്നാൽ എന്നെ എറിഞ്ഞു കൊല്ലുന്ന നിയമം കൊണ്ടുവരുമെന്നും പറഞ്ഞ ആയിഷ തന്നെ കൊടുത്താണോ എന്ന് അറിയില്ല കേട്ടോ. ശരി, എന്തായിരുന്നാലും ശാരീരിക അസ്വസ്ഥതയ്ക്കുള്ള മരുന്നാണ് എന്ന് പറഞ്ഞ് കഷായം കൊടുത്തതാണോ ജ്യൂസ് കൊടുത്തതാണോ ഇതൊക്കെയാണ് ഹദീസിലുള്ളത് കേട്ടോ. മെഡിസിൻ ഇല്ലല്ലോ. ആയിഷ പറയുന്നുണ്ട്, എന്റെ തൊണ്ട വരിഞ്ഞു മുറുക്കുന്നു. പ്രവാചകൻ പറയുകയാണത്രേ, ഖൈബറിൽ ആ ജൂത പെണ്ണ് തന്ന വിഷമില്ലേ, ആ വിഷം ഇന്നെന്നെ കാർന്നു തിന്നുകയാണ് ആയിഷ. 4 വർഷത്തിന് മുമ്പ് തിന്നതാ വിഷം. അയ്യോ, 4 വർഷമാണ് ആ വിഷം കഴിച്ചിട്ട് നബി ജീവിച്ചിരുന്നത്. തന്നെയുമല്ല, ഈ വിഷം വായിച്ചെന്ന ഉടനെ തന്നെ നബി അത് തുപ്പി എന്നാണ് ഹദീസുകളിലുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ പാവപ്പെട്ട പിന്നെ അസ്മാ ബിന്ത് ഹുറിയത്തോ സൽമാ ബിന്ത് ഹുറിയത്ത്, അങ്ങനെ കണ്ടാണ് സ്ത്രീയുടെ പേര്, അവരുടെ തലയെ കൊണ്ടുവന്ന് ഇട്ടു. ശരി, എന്തോ വരട്ടെ, അവര് അതങ്ങ് ഏറ്റു. അപ്പോൾ നബി ഒരു സാധാരണ രൂപത്തിൽ മരിച്ച വ്യക്തിയല്ല, വിഷം ഉള്ളിൽ ചെന്നു മരിച്ച വ്യക്തിയാണ്. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ വിശ്വസിക്കുകയും ഇസ്ലാം മത വിശ്വാസികൾ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ മാത്രമേ ഞാൻ